ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് ആൻഡ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു സെക്കൻഡ്, പേന എടുക്കാൻ മറന്നുപോയി. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പം ഇന്ന് വളരെ എന്താ പറയുന്നത്, നമ്മുടെ ക്ഷമയെ പരീക്ഷിക്കുന്ന ദിവസമായിരുന്നു അല്ലേ. നമ്മളുടെ തലവര ശരിക്കും അത് വളരെ ഒരു ഭയങ്കര റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തു അല്ലേ. നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് നമ്മുടെ ഈ തലവര 25,476 എല്ലാവർക്കും കാണാപ്പാടമായി ഇല്ലേ. 476 ഉറ്റു നോക്കിയിരിക്കുകയെന്നല്ലേ. ഇപ്പോൾ ഏതൊക്കെ സമയത്ത് ബ്രേക്ക് ചെയ്യും എന്ന് ഇങ്ങനെ നോക്കി ഇരിക്കുകയെന്ന്. പക്ഷേങ്കിൽ എങ്ങും ബ്രേക്ക് ചെയ്യാതെ അവസാനം ലാസ്റ്റ് 30 മിനിറ്റ്സിൽ എന്ത് ചെയ്തു, അത് ബ്രേക്ക് ചെയ്തു. ഈ ബ്രേക്ക് ചെയ്തതിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് ഞാൻ ഇപ്പം പറയാം. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ ഞാൻ തമ്പനയിലൊക്കെ ഇട്ടെങ്കിലും സംഭവം കാര്യത്തെക്കുറിച്ച് പറയാൻ മറന്നു, എങ്കിലും ഇന്നാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ദിവസം. അതുകൊണ്ട് ഇന്നങ്ങ് പറയാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്ന് കുറച്ച് കാര്യങ്ങളിൽ ഞാൻ ഈ പറയുന്നത് എൻ്റെ ഒരു കൺസെപ്റ്റ് മാത്രമാണ്. ഓക്കെ, ഇതൊരു പക്ഷെങ്കിൽ ശരിയാകാം, ഒരു പക്ഷെങ്കിൽ തെറ്റാകാം. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ആ ഒരു എൻ്റെ ഒരു വ്യൂ, തികച്ചും പേഴ്സണലായിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായം എന്ന് മാത്രം, ആ രീതിയിൽ മാത്രമേ നിങ്ങളത് കാണാവൂ. ഒരു പക്ഷെങ്കിൽ ഇതിനെതിരെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ പൊങ്കാലിടുക, എന്നെ ചീത്ത വിളിക്കുക, സാർ അങ്ങനെ പറഞ്ഞു ഒന്നും പറയരുത്. ഓക്കെ, ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ആശയം ഞാനങ്ങ് പറയുക. ഓക്കെ, അപ്പോൾ ഇന്ന് പല കാര്യങ്ങൾക്കും US-ഉം ഇന്ത്യയും തമ്മിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പോൾ അതിന് മുന്നേ ഈ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടല്ലോ. പിന്നെ ഇത് കേട്ട് കഴിയുമ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട, മറന്നു പോകരുത്. US-ഉം ഇന്ത്യയും തമ്മിൽ ഓക്കെ പല കാര്യങ്ങളിലും വിയോജിപ്പുണ്ട്. ആ കാര്യം നമ്മൾ ഒരിക്കലും മറന്നുപോകില്ല. പല കാര്യങ്ങളും വിയോജിപ്പുണ്ട്. കാരണം ഇന്ത്യയുടെ താരിഫ് വെരി ഹൈ ആണ്, പക്ഷേങ്കിൽ അവർ ചാർജ് ചെയ്യുന്ന ഇത് സംഭവം വളരെ ചെറുതാണ്. അപ്പോൾ ഇതുകൊണ്ടാണ് റെസിപ്രോക്കൽ താരിഫ്, അതായത് ഇതേ നിങ്ങൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ താരിഫ് തന്നെ നിങ്ങൾ തിരിച്ചടിക്കും എന്നുള്ള രീതിയിലാണ് US ഇപ്പോൾ എല്ലാവരോടും പെരുമാറുന്നത്. അപ്പം അവിടെ വേറൊരു കാര്യം ചിന്തിക്കണം. അമേരിക്ക എന്ന് പറയുന്നൊരു പിന്നെ വലിയ സമ്പന്ന രാജ്യമാണ്, നമ്മൾ വികസ്വര രാജ്യമാണ് അല്ലേ. അങ്ങനെയാണ് നമ്മൾ വികസിത രാജ്യവും വികസ്വര രാജ്യവും പഠിച്ചിട്ടുണ്ടല്ലോ സാമൂഹ്യ പാഠത്തിൽ. ഓക്കെ, അപ്പോൾ എന്ന് പറഞ്ഞ പോലെ തന്നെ അത് അമേരിക്ക ഒരു വികസിത രാജ്യമാണ്, നമ്മളൊരു വികസ്വര രാജ്യമാണ്. അപ്പം അങ്ങനെ വികസ്വര രാജ്യം എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് നമ്മൾ അങ്ങോട്ട് ടാക്സ് കൂടുതലടിക്കുമ്പോൾ അവർ എത്ര നാളൊന്നും മിണ്ടാതിരിക്കുകയും തിരിച്ച് ചെറിയ ടാക്സിൽ നമുക്ക് ഇങ്ങോട്ട് തരികയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇന്ത്യ ധാരാളം ഒത്തിരി വളർന്നു. നമ്മൾ പറയുമല്ലോ എല്ലാം നാലാമത്തെ സാമ്പത്തിക ശക്തിയായി, അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയായി എന്ന് പറഞ്ഞ് ഭയങ്കര മേളക്കമാണ് സോഷ്യൽ മീഡിയയിലൊക്കെ. അപ്പോൾ ഇതൊക്കെ ഒരു ഘടകമാണ്, മനസ്സിലായില്ല. അപ്പോൾ ഇന്ത്യ ഒരു വളർന്നു വരുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് അതിനനുസരിച്ച് കാര്യങ്ങളിലും മാറ്റം വരുത്തണമെന്നാണ് അമേരിക്കയുടെ നിലപാട്. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ അങ്ങനെ ഒരു താരിഫിൽ വലിയൊരു മാറ്റം വരുത്തുമ്പം നമ്മളുടെ എക്കണോമിയിൽ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അത് മാത്രമല്ല നമ്മുടെ താരിഫ്, പ്രത്യേകിച്ച് ഓട്ടോ, ഫാർമ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അവരതുപോലെ താരിഫ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം കിണഞ്ഞു പോകത്തേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കമ്പനികൾക്കൊക്കെ വളരെയധികം ലോസ് വരാനുള്ള സാധ്യത. അപ്പോൾ അതിനെ എങ്ങനെ നമ്മുടെ കമ്പനികളെ അല്ല നമ്മുടെ രാജ്യത്തെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാമെന്നതിനെ പറ്റി ഉള്ളൊരു തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്താൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. പക്ഷേങ്കിൽ പകുതി കാര്യങ്ങളും ഇതിലായിട്ടും അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തിയില്ല. അപ്പോൾ ഇപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, തമ്മിൽ ധാരണയായ ഡീലായ കുറച്ച് ഐറ്റംസ് ഉണ്ട്. ഓക്കെ, കുറച്ച് ഐറ്റംസ്, ആ ഐറ്റംസിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഒരു മിനി ഡീൽ. ഓക്കെ, ഒരു മിനി ഡീല് ഇന്ന് രാത്രി 10 മണിക്ക് അവർ പ്രഖ്യാപിക്കുന്നത്. ഓക്കെ, മിനി ഡീൽ എഗ്രിമെൻറ്റ്, ഒരു ഇൻട്രിം ഒരു തമ്മിൽ സെറ്റിൽ ചെയ്യുന്നൊരു പരിപാടി. ഓക്കെ, അപ്പോൾ ഇന്ന് രാത്രി വരുന്ന അതിനകത്തിൽ എന്തൊക്കെ കാര്യങ്ങളിലാണ് അവർ തീരുമാനം എടുത്തിട്ടുള്ളത്, അത് പഴയതിനേക്കാളും എത്ര കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, എന്തായാലും ഈക്വലായിട്ട് വരാനുള്ള സാധ്യതയൊന്നും ഞാൻ കാണുന്നില്ല. ഓക്കെ, എന്തായാലും നിലവിലുള്ളതിനേക്കാളും ഇച്ചിരി കൂടെയൊക്കെ സ്വല്പം കൂടെയൊക്കെ താരിഫ് കൂട്ടാനുള്ള സാധ്യത ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇന്ത്യ അവർക്കും കുറച്ച് കൺസിഡറേഷനൊക്കെ ചെയ്ത് കൊടുക്കാനുള്ള സാധ്യതയുണ്ട്, കുറച്ച് കൊടുക്കാനുള്ള സാധ്യത. കാരണം നമ്മൾ ഈ ഓട്ടോ സെക്ടറിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് വരുന്നതിനൊക്കെ 100-150% ടാക്സ്. പക്ഷേ അങ്ങോട്ട് കൊടുക്കുന്നതിനെക്കാണ്ട് 10% ഒക്കെ ഉള്ളൂ അങ്ങോട്ട് കൊടുക്കുന്നതിന് ടാക്സ്. അപ്പം ഇത് വലിയൊരു അന്തരമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ അതിൽ എന്താണ് ഒരു ഡീൽ ഉറപ്പിച്ചേക്കുന്നുള്ളത് നമുക്കറിയത്തില്ല. അപ്പം ഇപ്പം തമ്മിൽ സെറ്റിലായേക്കുന്ന ഡീല് എന്താണ്, ഏതൊക്കെ ഐറ്റംസിനാണ് വന്ന് ഇന്ന് രാത്രി അറിയാം. അപ്പോൾ തന്നെ എൻ്റെ ഒരു കൺസെപ്റ്റിൽ സാധാരണ ഗതിയേക്കാളും കുറച്ചുകൂടെ കൂടാനുള്ള സാധ്യത ഉള്ളൂ. അത് മാർക്കറ്റ് ഇതിനെ എങ്ങനെ എടുക്കും എന്നുള്ളതാണ് ചോദ്യം. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന് ഏതൊക്കെ ഐറ്റംസ്, രണ്ട് എത്ര ശതമാനം ഒരു കൂട്ടി,
ഓക്കെ എന്നുള്ളതാണ്. അമേരിക്ക നമുക്കിട്ട് പണിത് എത്ര ശതമാനം കൂട്ടി എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് നമ്മുടെ മാർക്കറ്റ് എങ്ങനെ കാണും എന്നുള്ളതിനെ പറ്റിയും നമ്മൾ ചിന്തിക്കണം. അപ്പം രാത്രി 10 മണിക്ക് ബാക്കി കാര്യങ്ങൾ നമുക്കറിയാം. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് വേവലാതി വിട്ടിട്ട് യാതൊരു കാര്യമുള്ള മാർക്കറ്റിംഗ് ക്ലോസ് ചെയ്തിട്ടേക്കാണ്. ഓക്കെ, അപ്പം നമ്മളിതിനെപ്പറ്റി വേവലാതി വിട്ടിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പോൾ നമുക്ക് ഇന്നത്തെ മാർക്കറ്റിലോട്ട് വരാം. ഇന്നത്തെ മാർക്കറ്റിൽ ഞാൻ പറഞ്ഞു 25,476 ഇപ്പോഴും ക്രൂഷ്യലാണ്. അതിനുശേഷം നമ്മൾ താഴെ ഇന്നലെ വരച്ച വര അത് തന്നെ കൃത്യമായിട്ട് റെസ്പെക്റ്റ് ചെയ്തു. അതിനുശേഷം 25,418. അപ്പോൾ 25,418 ബ്രേക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഒരു താഴോട്ടുള്ള ഡൗൺ സൈഡ് ഉണ്ടെന്ന് ഞാൻ ഓൾറെഡി ഇന്നലെ പറഞ്ഞു ഇല്ലേ. അതുപോലെ തന്നെ 25,476 ബ്രേക്ക് ചെയ്യണം. ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലും 540 ബ്രേക്കിങ്ങിൽ ഒരു ഷോർട്ട് കവറിങ് റാലി നടക്കുമെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പം ആ 476 പൊട്ടിച്ച് അടുത്ത സെഗ്മെൻറ്റ് നമ്മുടെ വരയിൽ വന്ന് തട്ടി നിൽക്കുകയാണ്. ഓക്കെ, 25,540. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത നിർണായക സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഗ്യാപ്പ് അപ്പ് ആണോ എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. ഗ്യാപ്പ് അപ്പ് ആണോ ഗ്യാപ്പ് ഡൗൺ ആണോ? 3 സിനാരിയോ സംഭവിക്കാം. ഒന്ന് എന്ത് സംഭവിക്കാം? ഗ്യാപ്പ് അപ്പ് സംഭവിക്കാം, ഗ്യാപ്പ് ഡൗൺ സംഭവിക്കാം, ഫ്ലാറ്റ് സംഭവിക്കാം. അപ്പോൾ ഈ 3 സിനാരിയോയിലുള്ള കാര്യം ഞാൻ പറയാൻ പോവാം. ഫ്ലാറ്റാണ് മാർക്കറ്റ് ഓപ്പണിംഗ് എങ്കിൽ എന്ത് വേണം? ഒന്ന് ഇത് ബ്രേക്ക് ചെയ്യണം, ഇത് ബ്രേക്ക് ചെയ്യണം. രണ്ടിലേതെങ്കിലും ഒന്ന്. സിമ്പിൾ. ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ. അല്ല, ഗ്യാപ്പ് അപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇവൻ സസ്റ്റെയിൻ ചെയ്യണം. 25,540 സസ്റ്റെയിൻ ചെയ്യണം. സസ്റ്റെയിൻ ചെയ്ത് തിരിച്ചു പോവുകയോ അല്ല നേരിട്ട് പോയി 608 ക്രോസ് ചെയ്യുകയോ ചെയ്താൽ 608 ക്രോസ് ചെയ്ത് ഇതിൻ്റെ മുകളിൽ ഒരു 5 മിനിറ്റ് നല്ലൊരു ബുള്ളിഷ് ഫുൾ ബോഡി ക്യാൻഡിലോ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് നേരമോ 608ൻ്റെ മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്താൽ സൂപ്പറായിട്ട് ഷോർട്ട് കവറിങ് റാലി നടക്കും. നോ ഡൗട്ട്. കാരണം 24,500 ഒന്നാന്തരം കോൾ റൈറ്റിംഗ് ഇപ്പോഴും ഉണ്ട്. റൈറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. മനസ്സിലായോ? ഒന്നാന്തരം കോൾ റൈറ്റിംഗ് നിങ്ങളെടുത്ത് നോക്കി, ഓപ്പൺ ഇൻട്രസ്റ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ 24,500 നല്ല ഒന്നാന്തരം കോൾ റൈറ്റിംഗ് ഉണ്ട്. ഈ 600 കട്ട് ചെയ്താൽ നാളെ പിന്നെ ബുധനാഴ്ചയാണ്, ഒരു ദിവസം കൂടെ എക്സ്പയറിക്കുള്ളൂ. നാളെ 24,500 കട്ട് ചെയ്ത് മുകളിൽ പോയി 25,500 അപ്പോൾ നിൽക്കുകയാണ്. അപ്പം ഈ 25,500 കട്ട് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന 25,500കാരെല്ലാം ഇറങ്ങി ഓടേണ്ടി വരും. ഷോർട്ട് കവറിങ് റാലി നടക്കും. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് ഫർദർ മുകളിലോട്ട് പോകും. 25,668 കണ്ടാലും നമ്മൾ അതിശയപ്പെടേണ്ട കാര്യമില്ല. 25,668 നമ്മൾ കണ്ടാലും അതിശയപ്പെടേണ്ട യാതൊരു കാര്യമില്ല. ഓക്കെ, അപ്പം അതുകൊണ്ട് നമ്മൾ നാളെ ട്രേഡ് ചെയ്യുന്നവരെ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എന്താണ് ഇത്? ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇതിനകത്ത് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇങ്ങോട്ട് വന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ചു പോകുന്നു. ഇങ്ങനെ വന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ റെസിസ്റ്റൻസ് ഫീൽ ചെയ്യും. ഓക്കെ, ഇവിടുന്ന് തിരിച്ചിങ്ങോട്ട് വരാനുള്ള സാധ്യത ടെൻഡൻസി കൂടുതലാണ്. ഈ 608 ബ്രേക്ക് ചെയ്താൽ പ്രശ്നമാണ്. ഈ 608 ബ്രേക്ക് കഴിഞ്ഞാൽ ഷോർട്ട് കവറിങ് റാലി നടക്കും. പിന്നെ മാർക്കറ്റ് മുകളിലോട്ട് തന്നെ പോകും. 668 കട്ട് ചെയ്ത് മുകളിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ശ്രദ്ധിക്കുക. ഇനി അടുത്ത് ഗ്യാപ്പ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഗ്യാപ്പ് ഡൗൺ ഈ ഏരിയയിലോ 476 റേഞ്ചിലോ ഇതിന് താഴെയോ ചെയ്ത് കഴിഞ്ഞാൽ, ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ 418 ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. 418 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് നേരെ താഴോട്ട് പോകും. 380 കൺഫർമേഷനാണ്. 380 കൂടെ പൊട്ടിയാൽ പിന്നെ അടിവാരം എന്ന് മാത്രം പറഞ്ഞാൽ മതി. വേറെ കൂടുതലൊന്നും പറയാനില്ല അവിടെ. ഓക്കെ, അപ്പോൾ ഞാൻ 3 സിനാരിയും പറഞ്ഞു. ഓക്കെ, ക്ലിയർ ആയിട്ട് വരയ്ക്കൊന്നും ഒരു മാറ്റവും ഇല്ല. നമ്മൾ കഴിഞ്ഞ 3-4 ദിവസമായിട്ട്, കഴിഞ്ഞ തിങ്കൾ കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ വ്യാഴം വെള്ളി തിങ്കൾ ഇന്ന് ചൊവ്വയായി ഇല്ലേ? ഇനി ഇത്രയും ദിവസം നമ്മൾ വരകളൊന്നും മാറ്റിയിട്ടില്ല. ഈ വരകളൊക്കെ കൃത്യമാണ്, അതിനൊന്നും ഒരു മാറ്റങ്ങളില്ല. ഓക്കെ, അപ്പോൾ അത് എവിടം വരെ പോകുന്നു അവിടം വരെ പോട്ടെ, നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ആ കാര്യത്തിൽ അതിൽ അത്രയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇന്നിപ്പോൾ എത്ര? നാളെ 9 അല്ലേ? നാളെ 9, 10-ാം തീയതി എനിക്കൊരു കാര്യം പറയാനുണ്ട്. വൻ സംഭവം ഞാൻ 10-ാം തീയതി പറയാം. ഓക്കെ, ഞാൻ ഇങ്ങനെ നോക്കി വെച്ചേക്കുക. അപ്പം അത്രേ ഉള്ളൂ അതിൻ്റെ കാര്യം. അപ്പോൾ ബാങ്ക് നിഫ്റ്റി നമുക്കൊന്ന് നോക്കാം. ബാങ്ക് നിഫ്റ്റി നോക്കിയേക്കാം. ബാങ്ക് നിഫ്റ്റി രണ്ട് വഴിക്കായിരുന്നു എന്നല്ലേ? ബാങ്ക് നിഫ്റ്റി കുറച്ചുകൂടി ഒരു ബുള്ളിഷ് സെറ്റപ്പ് കാണിച്ചു. എങ്കിലും നമ്മുടെ വര ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വരയിൽ തന്നെയാണ് മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്തതിന് ശേഷം അത് ബ്രേക്ക് ചെയ്തു. അടുത്ത ലെവലിൽ 57,315 റേഞ്ചിൽ എന്ത് ചെയ്തു? മാർക്കറ്റ് തട്ടി റെസിസ്റ്റൻസ് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇതുപോലെ പറയാം. ഇവിടെ എനിക്കിത് തന്നെയാണ് പറയാനുള്ളത്. ഇവിടെയും പറയാനുള്ളത് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യാൻ നോക്കുക. ഓക്കെ, ഇതിന് മുകളിൽ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് വന്ന് സപ്പോർട്ട് എടുത്ത് ഇങ്ങനെ തിരിച്ച് പോകാൻ നോക്കുക. ഇവിടെയാണ് ഡൗൺ ആണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇവിടെ വന്ന് തിരിച്ച് കയറുവോ അല്ല ഇത് ബ്രേക്ക് ചെയ്യുമോ നോക്കുക. സിമ്പിൾ, വെരി സിമ്പിൾ. ഞാൻ പിന്നെ വേറൊരു കാര്യം ഇവിടെ പറഞ്ഞു, HDFC നിങ്ങൾ നോക്കണം. ഇന്നൊരു കാര്യം പറയാൻ മറന്നുപോയി. ഇന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ കോട്ടക് ബാങ്ക്. ഇന്ന് കോട്ടക് ബാങ്കിൽ നിന്ന് ഓപ്പൺ ചെയ്തത് എന്തുകൊണ്ടാണ്? കോട്ടക്
കോട്ടക് ബാങ്കിൽ നിന്ന് ഓപ്പൺ ചെയ്ത് 4% മുകളിലാണ്, ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്തത്. എന്താ കാര്യം? അവരുടെ, ഞാൻ ഇന്നലെ പറഞ്ഞു, ബിസിനസ് ഔട്ട്ലുക്ക് അടിപൊളിയാണ്. അതുകൊണ്ടാണ് 4% ഓൾറെഡി അത് പോയേക്കുന്നത്. മിനിയാന്ന് ബ്രോക്കർ ഡീഗ്രേഡ്, ഇതൊക്കെ ഒരു കളിയാണെന്നുള്ളത് ക്ലിയറായിട്ട് മനസ്സിലായല്ലോ. ബ്രോക്കർ ഇവരെ ഡീഗ്രേഡ് ചെയ്താണ്, താഴോട്ട് പോകും, 2% താഴോട്ട് പോകാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത്. പക്ഷേ ഇന്ന് 4% സംഭവം മുകളിലോട്ട് കയറി. കാരണം എന്താ? ബിസിനസ് ഔട്ട്ലുക്ക് അടിപൊളിയാണ്. ഇപ്പോൾ നാളെ അണ്ണന്മാരൊന്നും പറയും നാളെ ഞങ്ങൾ പോസിറ്റീവാണ്, ഞങ്ങൾ അപ്ഗ്രേഡ് ചെയ്തു, AA കൊടുത്തു, AA+ കൊടുത്തു പറഞ്ഞൊക്കെ നാളെ വരാം. അപ്പോൾ ഇതിനകത്തിലൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾ ചാർട്ട് എന്തോ പറയുന്നു, ചാർട്ടിനകത്ത് എന്തോ പറയുന്നു അത് നോക്കി നിങ്ങൾ ട്രേഡ് ചെയ്യുക. നിങ്ങൾക്ക് കോടികളും ലക്ഷങ്ങളും ഒന്നും വേണ്ട. നിങ്ങൾക്ക് ദൈനംദിനം ജീവിച്ചു പോകാനുള്ള 10, 2000, 3000, 5000, 10000 കിട്ടണം. അത്രയല്ല ഉള്ളൂ. അതിന് ഇത്രയൊക്കെ ഇതിൻ്റെയൊക്കെ ആവശ്യം തന്നെ ധാരാളം. ഓക്കെ, ഇരിക്കുന്നതിന് മുമ്പേ കാല് നീട്ടുന്നത് പറഞ്ഞു കിട്ടില്ല എന്ന് പറഞ്ഞ പോലെ ആദ്യം നമ്മൾ ഇരുത്തം വന്നിട്ട് പിന്നെ നമുക്ക് വലിയ കളികളിലേക്ക് നമുക്ക് പോകാം. വലിയ കളികൾ കളിക്കുന്നവർ കളിച്ചോ, നോ പ്രോബ്ലം. ഓക്കെ, നിങ്ങൾ കളിക്കാൻ പഠിച്ചാൽ മതി, വേറെ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പം അതുപോലെ തന്നെ നമുക്ക് പറഞ്ഞു വന്നത് HDFC ഞാൻ എന്താണ് പറഞ്ഞത്? 1993 ക്രൂഷ്യലാണ്. ഓക്കെ, ഇതാണ് തലേവര. ഇത് കൺഫർമേഷൻ വരണമെന്നുണ്ടെങ്കിൽ 2000 ബ്രേക്ക് ചെയ്യണം എന്ന് പറഞ്ഞു. 1999 ക്ലോസ് ചെയ്ത് 2001 ക്ലോസിങ് 2001 ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പം നാളെ നോക്കുക, നാളെ HDFCയുടെ ഗമനം എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ട്രേഡ് ചെയ്യുക. ഈ പറയുന്ന കോട്ടക്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്നുണ്ടോ നോക്കുക. ഇന്ന് 4% കയറുമെന്ന് പറഞ്ഞ് നാളെ പിന്നെയും കയറണമെന്നില്ല, കാരണം അത് ഓൾ ടൈം ഹൈ ആണ് ഓൾമോസ്റ്റ്. ഓക്കെ, അപ്പം അത് സൂക്ഷിക്കുക. അപ്പം ബാക്കി ICICIയും ചെറിയൊരു പോസിറ്റീവിലാണ് എങ്കിലും അത് അത്ര സുഖമല്ല. ആ റെസിസ്റ്റൻസ് തട്ടി നിൽക്കുകയാണ് 1443. അപ്പോൾ ഇതെല്ലാം റെസിസ്റ്റൻസ് മോഡിലാണ് നിൽക്കുന്നത്, കാരണം എല്ലാം ഓൾ ടൈം ഹൈ ആണ്. ഓക്കെ, അതുകൊണ്ട് സൂക്ഷിച്ചിട്ട് മാത്രം ട്രേഡ് ചെയ്യുക. HDFC നിങ്ങൾ നോക്കുക, 2000 നിലനിർത്തുന്നു നോക്കുക. 1993 താഴെ പോയി കഴിഞ്ഞാൽ അതിനനുസരിച്ച് നിങ്ങൾ ട്രേഡ് പ്ലാൻ ചെയ്യുക. ഓക്കെ, അതിനുശേഷം അടുത്ത കാര്യവും പറയാനുണ്ട്. അടുത്ത കാര്യം എന്താ പറയാനുള്ളത്? നമ്മുടെ മിഡ് ക്യാപ്പ് ഇന്ന് ഭയങ്കര രസമായിരുന്നു. എന്താ മിഡ് ക്യാപ്പിൽ സംഭവിച്ചതെന്ന് മനസ്സിലായി, എല്ലാം അറിയാമോ മിഡ് ക്യാപ്പ് എന്താ സംഭവിച്ചതെന്ന്? മിഡ് ക്യാപ്പ് ഇന്ന് ഓപ്പൺ ചെയ്ത ശേഷം നേരെ സാധനം താഴോട്ട് പോരുന്നു. എന്താ കാര്യം ഞാൻ കാണിച്ചു തരാം എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവം. BSE 6% അണ്ണൻ ഇന്ന് വീണു. BSE 6% ഇന്ന് ഫോളായി. അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റാണ് നിങ്ങൾ ഈ കാണുന്ന സംഭവം, ഈ ഫോള്. ഓക്കെ, അതിനുശേഷം മാക്സ് ഹെൽത്ത്, എല്ലാ പെർസിസ്റ്റൻസ് സിസ്റ്റം, എല്ലാവരും നല്ല ടീമുകളെല്ലാം എന്താണ് ഈ ലൂപ്പിൻ എല്ലാം നല്ല ടീമുകളെല്ലാം നല്ല പ്രോഫിറ്റ് ബുക്കിംഗ് അവിടെ വന്നു. കാരണം അതും ഓൾ ടൈം ഹൈ നിൽക്കുകയാണ്. പ്രോഫിറ്റ് ബുക്കിംഗ് വന്നുകൊണ്ട് അവിടെ ഒരു ഫോള് വന്നു. അതിനുശേഷം തിരിച്ച് അവസാന നിമിഷം റിക്കവർ ചെയ്യാൻ ശ്രമിച്ചു, പിന്നെ താഴെ വന്നു. പിന്നെ ഇപ്പോഴും നമ്മളുടെ ആ റേഞ്ചിനകത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എങ്ങോട്ട് നോക്കി ബ്രേക്ക് ചെയ്ത് നോക്കി മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യുക. ഓക്കെ, ഞാൻ ഇതിന് മിഡ് ക്യാപ്പിനെ പറ്റി ഇപ്പോൾ കൂടുതൽ പറയേണ്ട കാര്യമില്ല, കാരണം വെച്ചാൽ 140 ക്വാണ്ടിറ്റി ആയിപ്പോൾ. ഓക്കെ, അത് ട്രേഡ് ചെയ്യാനൊക്കെ വലിയ പാടാണ്. ലോസ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ലോസ് വരും. ലാഭം കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് കറക്റ്റായിട്ട് എൻട്രി പോയിൻ്റ് കിട്ടുമ്പോൾ മാത്രമേ നിങ്ങൾ ട്രേഡ് എടുക്കാൻ ശ്രമിക്കാവൂ. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നാളത്തേക്ക് പറയാനുള്ളത്. ഇന്ന് രാത്രി 10 മണി നിർണായകമാണ്. ഡീലിനകത്തിൽ എന്താണ് അതിനകത്തിലെ കഥ എന്നുള്ള കാര്യം ആണ് നമുക്ക് അറിയാനുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ക്ലാസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം എല്ലാം സെറ്റായി. അപ്പം നമ്മുടെ ക്ലാസ്സുകളൊക്കെ എല്ലാ കാര്യങ്ങളും തീരുമാനമായിട്ടുണ്ട്. അപ്പം അതായത് ഗ്രൂപ്പിൽ അതിനെപ്പറ്റി എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം, ഒരു നിർബന്ധമില്ല, താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നമ്മുടെ ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഈ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് കയറാം, അന്വേഷിക്കാം. അപ്പോൾ നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.